ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 16-ാമത്തെ ശ്ലോകം നോക്കാം. തുംഗഭദ്രാതടേ പൂർവമഭൂത്പത്തനമുത്തമം യത്ര വർണ്ണാഃ സ്വധർമ്മേണ സത്യസത്കർമ്മ തൽപരാ. ഇനിയും ആ കഥ പറഞ്ഞു തുടങ്ങിയാണ്. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി ഒരു ഇതിഹാസം, ഒരു നടന്ന കാര്യം പറയാൻ, ഒരു കഥയുണ്ട്, മുമ്പ് നടന്നതാണ്. ഇനി ആ കഥ എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. തുംഗഭദ്രാ തടേ, തുംഗഭദ്ര നദിയുടെ തടം എന്നാൽ തീരത്ത്, അതിൻ്റെ തീരത്തിൽ പൂർവമഭൂത്, പൂർവം അഭൂത്, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പൂർവമഭൂത്. പൂർവം എന്ന് പറഞ്ഞാൽ മുൻപ്, അഭൂത് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. പത്തനമുത്തമം, പത്തനം ഉത്തമം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പത്തനമുത്തമം. പത്തനം എന്ന് പറഞ്ഞാൽ പട്ടണം അഥവാ നഗരം എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ഒന്ന് ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് താമസിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പട്ടണമായിരുന്നു അത്. അവിടെ യത്ര വർണ്ണ സ്വധർമ്മേണ സത്യസത്കർമ്മ തൽപരാഹ. യത്ര വർണ്ണ, അവിടെ ഉണ്ടായിരുന്ന, യത്ര എന്ന് പറഞ്ഞാൽ യാതൊരിടത്ത്, അതായത് ആ ഗ്രാമത്തെക്കുറിച്ച് പറയണം. അവിടെ വർണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാ വർണ്ണക്കാരും അവരവരുടേതായ സ്വധർമ്മേണ, സ്വന്തം ധർമ്മത്തിൽ ശ്രദ്ധയോടുകൂടി, സ്വന്തം വർണ്ണം നിഷ്കർഷിക്കുന്ന ധർമ്മം എന്താണോ ആ ധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് സത്യസൽക്കർമ്മ തൽപരാഹ, സത്യം, സൽക്കർമ്മം എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ തൽപരരായിരുന്നു. അവരുടെ ഓരോ നിമിഷവും അവരുടെ ചിന്തയും ബുദ്ധിയും ആരോഗ്യവും എല്ലാം, അവരുടെ അതിലേറെ വിലയേറിയ അവരുടെ സമയവും അവർ വിനിയോഗിച്ചിരുന്നത് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതായത് മനസ്സ് മുഴുവൻ സത്യവും സച്ചിന്തകളും കൊണ്ട് നിറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് പത്തനമുത്തമം എന്ന് പറഞ്ഞത്. അതായത് ഏറ്റവും ഉത്തമമായ ഒരു പട്ടണമായിരുന്നു. എങ്ങനെയായിരിക്കണം ജനങ്ങൾ എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള സത്യത്തിലും സൽക്കർമ്മങ്ങളിലും അതീവ തൽപരരായിരുന്ന ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ആ കഥ നടന്ന നഗരം. അതെവിടെയാണെന്ന് ചോദിച്ചാൽ തുംഗഭദ്ര നദിയുടെ തീരത്തിലായിരുന്നു. മനുഷ്യ മനസ്സുകളിൽ എപ്പോഴാണോ സത്യവും ധർമ്മബോധവും നശിക്കുന്നത്, അപ്പോഴാണ് അവൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയും ദുശ്ചിന്തകളും ഉടലെടുക്കുന്നത്. അവൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉടലെടുക്കുന്നത്, മതമുണ്ടാകുന്നത്. കാരണം മനസ്സ് നിറയെ വിഷലിപ്തമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ അവരിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നതും ആ വിഷലിപ്തമായിട്ടുള്ള വിചാരങ്ങളും പ്രവർത്തികളുമായിരിക്കും. അവൻ എപ്പോഴും സ്വാർത്ഥനായിരിക്കും. താന് തൻ്റേത് എന്ന് മാത്രം ചിന്തിക്കുന്ന കൂട്ടത്തിലായിരിക്കും അങ്ങനെയുള്ളവർ. അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ അവർക്ക് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന കഥ നടന്നിടത്തെ ജനങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അതായത് ഇന്നത്തെ കാലത്തിൽ നിന്നും ഏറെ, ഇന്നത്തെ കാലത്തെ നമ്മൾ നോക്കിയാൽ ഒരുപക്ഷെ നല്ലൊരു വിഭാഗവും ജനങ്ങൾ സ്വാർത്ഥരാണ്, അല്ലേ? അവർക്ക് അവരുടെ തൻകാര്യം എന്നല്ലാതെ, ഞാൻ എൻ്റേത് എന്നുള്ളതല്ലാതെ അതിനപ്പുറം മനുഷ്യത്വം എന്നൊന്ന് നശിച്ചിരിക്കുന്നു. തൻ്റെ ചിന്തകൾക്കും തൻ്റെ ഇംഗിതങ്ങൾക്കും അനുസരിച്ച് ഈ ലോകത്തെ തന്നെ തൻ്റെ കാൽ കീഴിൽ നിർത്തണം. തൻ്റെ മതപ്പാടിൻ്റെ ഒരു പ്രത്യക്ഷ ഭാവമാണ് അവരുടെയൊക്കെ ഓരോ വാക്കും വിചാരവും പ്രവൃത്തിയിലും നമുക്ക് കാണാനാവുന്നത്. അവർക്കാരെയും ആദരിക്കുവാൻ അറിയില്ല. തന്നെപ്പോലെ തൻ്റെ സഹജീവിയെ ആദരിക്കുവാൻ അറിയാതെ അവരിൽ നിന്നും പുറത്തേക്ക് വമിച്ചുകൊണ്ടിരിക്കുന്ന മതത്തിൻ്റെ വിഷം, അത് അവരെ തന്നെയും നശിപ്പിക്കുന്നു, ഒപ്പം ഈ സമൂഹത്തെ തന്നെയും, അത് അവരുടെ ചുറ്റിനുമുള്ളൊരു ലോകത്തെ തന്നെയും അത് വിഷലിപ്തമാക്കുന്നു. എന്നാൽ അങ്ങനെ അല്ലാതിരുന്ന ഒരു കാലത്ത് ആ തുംഗഭദ്ര നദിയുടെ തീരത്തിലൊരു ഗ്രാമമുണ്ടായിരുന്നു, ഒരു നഗരമുണ്ടായിരുന്നു. ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു നഗരം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം.
തുംഗഭദ്രാതടേ പൂർവമഭൂത്പത്തനമുത്തമം യത്ര വർണ്ണാ സ്വധർമ്മേണ സത്യസത്കർമ്മ തൽപരാ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പൂർവമഭൂത്, ഇവിടെ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പത്തനമുത്തമം, പത്തനം ഉത്തമമാണ്, അവിടെയും ഉകാരം ശ്രദ്ധിക്കുക. പിന്നെ യത്ര വർണ്ണാ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അപ്പോൾ വായിക്കുമ്പോൾ രണ്ടും ശ്രദ്ധിച്ച് വായിക്കുക. അതേപോലെ തന്നെ സത്യസൽക്കർമ്മ തൽപരാഹ, അവിടെയും ദീർഘവും വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. ആത്മദേവഃ പുരേ തസ്മിൻ സർവവേദ വിശാരദ ശ്രൗതസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കര. ഇവിടെ പറയാണ് ആത്മദേവ പുരേ തസ്മിൻ. ആത്മദേവ എന്ന് പറഞ്ഞാൽ ആത്മദേവൻ എന്ന് പേരുള്ളതായിട്ടുള്ള പുരേ, ആ പുരിയിൽ, ആ നഗരത്തിൽ, തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ, അപ്പോൾ ആ നഗരത്തിൽ ആത്മദേവൻ എന്നു പേരുള്ള സർവവേദ വിശാരദ, സർവവേദ വിശാരദ, എല്ലാ വേദങ്ങളിലും നല്ല പാണ്ഡിത്യമുള്ളവനായിരുന്നു. അഥവാ വേദങ്ങളും സ്മൃതികളുമൊക്കെ നന്നായി ഗ്രഹിച്ചിരിക്കുന്ന, അതിൽ പറഞ്ഞിട്ടുള്ള വിധികളൊക്കെ, ധർമ്മങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് ജീവിച്ചിരുന്ന സർവവേദ വിശാരദ, എല്ലാ വേദങ്ങളും നന്നായി അറിയുന്നവനായിരുന്നു. കഴിഞ്ഞില്ല, ശ്രൗതസ്മാർത്തേഷു നിഷ്ണാതോ. ശ്രൗതസ്മാർത്തേഷു, ശ്രൗതം എന്ന് പറഞ്ഞാൽ ശ്രുതികളാണ്, നമ്മുടെ വേദങ്ങൾ, വേദസംബന്ധമായിട്ടുള്ളതാണ് ശ്രൗതം എന്ന് പറയുന്നത്. ശ്രൗതസ്മാർത്തേഷു, സ്മാർത്തം എന്ന് പറയുന്നത് സ്മൃതിയാണ്. നമുക്കറിയാം 106ഓളം സ്മൃതികൾ പറയാറുണ്ട്. മനുസ്മൃതിയാണ് ഏറ്റവും ആദ്യത്തെ സ്മൃതി. മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ലിഖിത ഭാവമാണ് സ്മൃതികളെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന് എങ്ങനെ ഭരണം നടത്തണം, എങ്ങനെയാവണം, എന്തരുത്, എന്താകാമെന്ന് വിധിക്കുന്ന ഭരണഘടന പോലെ, ലിഖിതമായ ഭാവം പോലെ ഒരു മനുഷ്യൻ അവൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്, അധർമ്മങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ സാധാരണ പറയില്ല ഡൂസ് ആൻഡ് ഡോൺസ്, അത് വ്യക്തമായി ലിഖിത ഭാവത്തിൽ എഴുതി വച്ചിരിക്കുന്ന രൂപത്തിലുള്ളവയാണ് സ്മൃതികൾ. അതിൽ ധർമാധർമ്മങ്ങളെ നന്നായി വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ കാലത്തിനനുസൃതമായി ധർമ്മങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വരാറുണ്ട്. മനുസ്മൃതിയിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ഇന്നത്തെ ഈ കലിയുഗത്തിൽ നമുക്ക് പ്രായോഗികമായി അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നാൽ പോലും പിന്നീട് ഏറെ സ്മൃതികൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അന്നത്തെ കാലത്ത് ആ സ്മൃതികളിൽ പറഞ്ഞിരുന്നവയൊക്കെയും വേദങ്ങളിലും സ്മൃതികളിലും, ശ്രൗതസ്മാർത്തേഷു, വേദങ്ങളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ള അത് സംബന്ധമായിട്ടുള്ളവയൊക്കെ നിഷ്ണാതോ, നിഷ്ണാതഃ എന്ന് പറഞ്ഞാൽ അതീവ ശ്രദ്ധാലുവായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള ആ ധർമാധർമ്മ വിവേചന ബുദ്ധി നന്നായിട്ടുണ്ടായിരുന്നുകൊണ്ട് തന്നെ ജീവിതം അതിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരുന്നു ആത്മദേവൻ്റേത്. ദ്വിതീയ ഇവ ഭാസ്കര, ദ്വിതീയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത്, ഇവ ഭാസ്കര, ഇവ എന്ന് പറഞ്ഞാൽ എന്നതുപോലെ, ഏതുപോലെ, ഭാസ്കര, ഭാസ്കര എന്ന് പറഞ്ഞാൽ സൂര്യൻ. അപ്പോൾ രണ്ടാമതൊരു സൂര്യൻ എന്നതുപോലെ തേജസ്വിയായിരുന്നു ആത്മദേവൻ. കഴിഞ്ഞില്ല, ആ ആത്മദേവൻ്റെ വർണ്ണനയാണ് ഈ ഒരു ശ്ലോകം മുഴുവനും. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കേമത്വം എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അദ്ദേഹം വേദങ്ങളിൽ, എല്ലാ വേദങ്ങളിലും വളരെയേറെ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. പാണ്ഡിത്യം ഉണ്ട് എന്ന് മാത്രമല്ല, അത് പ്രായോഗികമായി ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. ധർമ്മഗ്രന്ഥങ്ങളിലും, അതായത് നമ്മുടെ സ്മൃതികളിലും
വേദങ്ങളിലുമൊക്കെ എന്താണോ പറഞ്ഞിരിക്കുന്ന അതിന് അനുസൃതമായി അതീവ ശ്രദ്ധാലുവായി ജീവിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആത്മദേവൻ. പിന്നെയോ രണ്ടാമതൊരു സൂര്യൻ എന്ന പോലെ തേജസ്വിയായിരുന്നു എന്ന് പറയുമ്പോൾ ആ അറിവിൻ്റെ തേജസ് പുറത്തേക്ക് പ്രസ്ഫുരിക്കുമ്പോൾ, ജീവിതം ആ രീതിയിലാകുമ്പോൾ, അതേതു വർണ്ണത്തിൽ ജനിച്ചു എന്നുള്ളതല്ല ഒരു വ്യക്തിയെ തേജസ്വിയാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്ന ധർമ്മങ്ങൾ, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ തേജസ്വിയാക്കുന്നത്. അല്ലാതെ ബാഹ്യമായ ഒരു സൗന്ദര്യത്തെക്കാളേറെ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലും ആ ആത്മദേവൻ വളരെ ധന്യാത്മാവായിരുന്നു. ഏത് തരത്തിൽ നോക്കിയാലും അറിവ് കൊണ്ടും ശ്രീ കൊണ്ടുമൊക്കെ തികഞ്ഞവനായിരുന്നു എന്നർത്ഥം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആത്മദേവ പുരേ തസ്മിൻ സർവവേദവിശാരദ ശ്രൗതസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കര. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആത്മദേവ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ സർവവേദവിശാരദ, അവിടെയും വിസർഗമുണ്ട്. പിന്നെ ശ്രൗതസ്മാർത്തേഷു, ഒരിടത്ത് ഷായാണ്, ഒരിടത്ത് സായാണ്. വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഭാസ്കര, അവിടെയും വിസർഗമുണ്ട്. അതും പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്താൻ ശ്രമിക്കുക. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ഭിക്ഷുകോ വിത്തവാൻ ലോകേ തത്പ്രിയാ ധുന്ധുലീ സ്മൃതാ സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവാം. ഭിക്ഷുകോ വിത്തവാം ലോകേ. ഭിക്ഷുക എന്ന് പറഞ്ഞാൽ ദാനം കിട്ടി ജീവിക്കുന്നവന്. ഇവിടെ ആത്മദേവൻ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണന് പണ്ട് കാലത്ത് ബ്രാഹ്മണ ധർമ്മം അനുസരിച്ച് ബ്രാഹ്മണർ അന്നന്നത്തേക്കുള്ളത് ഇതുപോലെ ഭിക്ഷയാചിച്ചെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഗൃഹങ്ങളിൽ നിന്നും ദാനമായി കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞിരുന്നവരായിരുന്നു. അതായത് അവർക്ക് നിത്യവൃത്തിക്കുള്ളത് അവരിലേക്ക് എത്തിച്ചേരും. കാരണം അന്ന് ബ്രാഹ്മണരെ വളരെയേറെ ആദരിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ബ്രാഹ്മണനെ വളരെയേറെ ആദരിച്ചിരുന്ന, അങ്ങനെ ഒരു ബ്രാഹ്മണൻ തങ്ങളുടെ ഗൃഹങ്ങളിൽ വരുന്നത് പോലും തങ്ങൾക്ക് കിട്ടുന്ന മഹാഭാഗ്യമായി കരുതിയിരുന്നു മറ്റുള്ള വർണ്ണക്കാർ. അതുകൊണ്ട് തന്നെ അവർ ധാരാളമായി ദാനം ചെയ്യുന്നതിലും തൽപരരായി ജീവിച്ചിരുന്നു. ഇവിടെ ഭിക്ഷുകോ വിത്തവാം ലോകേ. ഭിക്ഷുക എന്ന് പറഞ്ഞാൽ ദാനം കിട്ടുന്നവൻ. വിത്തവാം ലോകേ, ഇവിടെ വിത്തവാൻ ലോകേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിത്തവാം ലോകേ. വിത്തവാൻ എന്ന് പറഞ്ഞാൽ സമ്പന്നനായിരുന്നു, ധനികനായിരുന്നു. ഇവിടെ ഈ ലോകേ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സമ്പന്നനായിരുന്നു ഈ ആത്മദേവൻ അല്ലെങ്കിൽ ഈ ഭിക്ഷുകൻ എന്ന് പറയാൻ കാരണം, നമുക്ക് എന്ത് കിട്ടുന്നോ അതിൽ സംതൃപ്തിയോടുകൂടി കഴിയാൻ കഴിയുന്നതാണ് സമ്പന്നതയുടെ നിറവ്. ഇല്ലെങ്കിൽ സമ്പന്നതയുടെ നടുവിലിരിക്കുമ്പോഴും ദരിദ്രനായിരിക്കും. കാരണം എത്ര കിട്ടിയാലും മനസ്സിൽ തൃപ്തിയില്ലാത്തവനാണ്, നിറവ് വരാത്തവനാണ്. അപ്പോൾ ശരിയായ ധനികൻ എന്ന് പറയുന്നത് ഇവിടെ ഈ ബ്രാഹ്മണന് ദക്ഷിണയായി, ദാനം എന്ന് പറയുമ്പോൾ ദക്ഷിണയായി കൊടുക്കുന്നതാണ്. അങ്ങനെ മറ്റുള്ള വർണ്ണങ്ങളിലുള്ളവർ ഈ ബ്രാഹ്മണനെ ആദരപൂർവം കൊടുത്തിരുന്ന ആ ധനം കൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞുകൂടിയിരുന്ന ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു, ധനവാനായിരുന്നു. നമ്മൾ കുചേലൻ്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട്, ബാഹ്യമായിട്ട് നമ്മുടെയൊക്കെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ദരിദ്രനായിരുന്നുവെങ്കിലും അന്നത്തിന് വകയില്ലാതിരുന്നിട്ട് കൂടി ആ ബ്രാഹ്മണൻ ധനികനായിരുന്നു ഉള്ളുകൊണ്ട്. കാരണം ഉള്ളിൽ നിറയെ ആ കൃഷ്ണൻ മാത്രമായിരുന്നു. ഇവിടെ
ഈ ആത്മദേവൻ്റെ കാര്യം പറയുന്നിടത്തും പറഞ്ഞു, ദാനം കിട്ടുന്നത് കൊണ്ട് ഭിക്ഷുകനായിരുന്നു, എന്നിട്ടു പോലും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ഈ ആത്മദേവൻ എന്ന ബ്രാഹ്മണൻ. നമുക്ക് മഹാബലിയോട് വന്ന് 3 അടി യാചിക്കുന്ന വാമനമൂർത്തി, ആ വാമനമൂർത്തിയെ മഹാബലി, അന്ന് മഹാബലി ആയിട്ടുള്ള ബലിരാജാവാണ്. ബലിരാജാവ് തൻ്റെ ആ ചക്രവർത്തി പദത്തിലിരിക്കുന്നതിൻ്റെ ഒരല്പം അഹങ്കാരമുള്ളിൽ തോന്നിയത് കൊണ്ട് തന്നെ വാമനമൂർത്തിയോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ബാലിശമായിട്ട് എന്നോട് ചോദിക്കരുതേ. ഈ ലോകത്തിൻ്റെ മുഴുവൻ ചക്രവർത്തിയാണ്, ഈ 3 ലോകങ്ങളും എനിക്ക് അധീനമാണ്, ഇതിൻ്റെ ചക്രവർത്തിയാണ് ഞാൻ. അതുകൊണ്ട് നീ ഇങ്ങനെ വെറും 3 അടി ചോദിക്കാതെ, നിനക്കെന്താ വേണ്ട? ഒരു കൊട്ടാരം വേണോ, ഒരു രാജ്യം വേണോ, ഒരു ഗ്രാമം വേണോ, തുടങ്ങി പലതും പറയുന്നുണ്ട്. അവിടെ ആ വാമനമൂർത്തി പറയുന്ന എല്ലാം കേട്ട് കഴിയുമ്പോൾ വാമനമൂർത്തി പറയുന്നുണ്ട്, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് വെറും 3 അടിയാണ്. കാരണം 3 അടി കൊണ്ട് തൃപ്തിപ്പെടാത്തവൻ 3 ലോകങ്ങൾ കിട്ടിയാലും തൃപ്തിപ്പെടില്ല. നമുക്ക് വലിയൊരു തത്വമാണ് അവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് മഹാബലിക്ക്. ഇവിടെയും അതുകൊണ്ട് വ്യാസഭഗവാൻ അതേപോലെ ഒരു മഹത്തായ ഒരു കാര്യമാണ് പറഞ്ഞത്. എന്താണ്? ദാനം കിട്ടുന്നതിൽ കൊണ്ട് സംതൃപ്തനായി ജീവിച്ചിരുന്ന അദ്ദേഹമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. അങ്ങനെയുള്ള ആ ആത്മദേവൻ തത്പ്രിയ ധുന്ധുലി സ്മൃത, തത്പ്രിയ തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ധുന്ധുലി, ധുന്ധുലി എന്ന് പറഞ്ഞ പേരാണ്, ആ ആത്മദേവൻ്റെ പത്നിയുടെ പേരാണ് ധുന്ധുലി എന്നുള്ളത്. അങ്ങനെയുള്ള ധുന്ധുലി സ്മൃത, സ്മൃത എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന, അപ്പം ധുന്ധുലി എന്നറിയപ്പെടുന്ന തൻ്റെ പ്രിയ പത്നി. പിന്നെയോ ഇനി അടുത്തത് ആ ധുന്ധുലി എന്ന ആത്മദേവൻ്റെ പ്രിയപത്നിയുടെ കാര്യം പറയുകയാണ്. സ്വവാക്യ സ്ഥാപിക നിത്യം സുന്ദരി സുകുലോത്ഭവ. സ്വവാക്യ സ്ഥാപിക നിത്യം, നിത്യം എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും. സ്വവാക്യ സ്ഥാപിക, തൻ്റെ വാക്യത്തെ, താൻ എന്താണോ പറയുന്നത് അതിനെ സ്ഥാപിച്ചെടുക്കുന്നവളായിരുന്നു എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് ഈ ലോകത്തും കാണാം അതുപോലെയുള്ളവരെ അല്ലേ. നമുക്ക് അതായത് മറ്റുള്ളവരുടെ വാക്കുകളെ മാനിക്കാതെ താൻ പറയുന്നതാണ് വേദവാക്യം എന്ന് കരുതുന്നവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരുടെ വാക്കുകളെ വിലമതിക്കാനും കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു പത്നിയായിരുന്നു ധുന്ധുലി. ഇതിന് സ്ത്രീ പുരുഷ ഭേദമൊന്നും ഇന്നീ കലികാലത്തിലില്ല എന്ന് കാണാം. നമുക്കിങ്ങനെയുള്ള ധാരാളം ആളുകളെ ഇന്നീ കലികാലത്തിൽ കാണാം. താൻ പറയുന്നത് മാത്രം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്ന, തൻ്റെ വാക്കുകൾ മാത്രമാണ് ശരിയെന്ന് കരുതുന്ന ആളുകൾ. ആ കൂട്ടത്തിൽ പെടുന്നതായിരുന്നു ഈ ധുന്ധുലി എന്ന് പറയുന്ന ആത്മദേവൻ്റെ പ്രിയ പത്നി. പിന്നെയോ ആ ധുന്ധുലിയുടെ കാര്യം പറഞ്ഞു. സുന്ദരി സുകുലോത്ഭവ, സുന്ദരിയായിരുന്നു. പിന്നെയോ സുകുലോത്ഭവ, നല്ല കുലത്തിൽ, ഉത്കൃഷ്ടമായ കുലത്തിൽ ജനിച്ചവളുമായിരുന്നു. അപ്പോൾ ആത്മദേവൻ്റെ എന്തൊക്കെയാണോ മഹത്തരമായിട്ടുള്ളത് ആത്മദേവനിൽ, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. സർവവേദ വിശാരദ, പിന്നെയോ ശ്രുതികളിലും സ്മൃതികളിലും വേദങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളവയൊക്കെയും അതിലൊക്കെ അതീവ ശ്രദ്ധാലുവായി ജീവിതത്തെ നയിച്ചിരുന്നവനായിരുന്നു. പിന്നെയോ മൂന്നടിയിൽ തൃപ്തിപ്പെടുന്ന ശ്രീ വാമനമൂർത്തിയെപ്പോലെ തനിക്ക് ഭിക്ഷയാചിച്ച് കിട്ടുന്നതിൽ അതീവ സന്തുഷ്ടനായി കഴിഞ്ഞിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു ആത്മദേവനെങ്കിൽ തൻ്റെ പ്രിയപത്നിയായ ധുന്ധുലി സുന്ദരിയായിരുന്നു, ഉത്കൃഷ്ടമായ കുലത്തിൽ ജനിച്ചവളായിരുന്നു. പക്ഷേ സ്വവാക്യസ്ഥാപിക നിത്യം, എപ്പോഴും എപ്പോഴും തൻ്റെ വാക്കുകളെ മാത്രം വില കൽപ്പിച്ച് അതിനെ മാത്രം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നവളായിരുന്നു. അപ്പോൾ ഇത് തമ്മിൽ, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള അന്തരം ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ശ്രുതി സ്മൃതികളിലൊക്കെ പറയുന്നതിനെ
വേണ്ട വിധത്തിൽ ജീവിതത്തിൽ പ്രായോഗികമാക്കി ജീവിച്ചിരുന്ന ആത്മദേവൻ എത്രമാത്രം തൻ്റെ ചുറ്റിനുമുള്ളവരിലും ആ ഈശ്വരീയത കണ്ടുവോ, അത്രമാത്രം തൻ്റെ ചുറ്റിനുമുള്ളവയെ വിലമതിക്കാൻ കഴിയാതെ കഴിഞ്ഞിരുന്ന തന്നെ മാത്രം, തൻ്റെ ഉള്ളിലെ ആ മതത്തെ, ഗർവിനെ എപ്പോഴും എടുത്തു കാണിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു പ്രിയപത്നിയായ ധുന്ധുലി. തൻ്റെ വാക്കുകൾക്ക് മാത്രമായിരുന്നു ധുന്ധുലി അവിടെ വില കൽപ്പിച്ചിരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭിക്ഷുകോ വിത്തവാം ലോകേ തത്പ്രിയാ ധുന്ധുലി സ്മൃത സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവ. ഇവിടെ ഭിക്ഷുകോ വിത്തവാം ലോകേ, അതായത് ദാനം കിട്ടുന്നത് കൊണ്ട് നിത്യവൃത്തി നടത്തിയിരുന്ന ആ ഭിക്ഷുകനായിട്ടുള്ള ആത്മദേവൻ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടി നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ ശ്ലോകത്തിലെ പറഞ്ഞു സർവവേദ വിശാരദഃ, എല്ലാ വേദങ്ങളിലും നല്ല പാണ്ഡിത്യമുള്ള ആളായിരുന്നു. കാരണം ആ ഒരു ധനം മാത്രമേ ഉള്ളൂ മറ്റാർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാനാവാത്തത്, ചോരന്മാർക്ക് കട്ടെടുക്കാനാവാത്തതായിട്ടുള്ളത്. വിദ്യാധനം സർവധനാൽ പ്രധാനം. ബാക്കിയുള്ള എല്ലാ ഭൗതികമായ നേട്ടങ്ങളും സമ്പത്തുക്കളും നമ്മളിൽ നിന്ന് കാലം കവർന്നെടുക്കുക തന്നെ ചെയ്യും. കാരണം എല്ലാം ഇന്ന് നമ്മളിലുള്ളത് നാളെ ചിലപ്പോൾ ഉണ്ടായില്ലെന്ന് വരാം. അങ്ങനെ നേടുന്നതൊക്കെ ഭൗതികമായി ബാക്കി നേടുന്നതൊക്കെയും അതൊന്നും ഉള്ളിലേക്കുള്ളവയല്ല. ഉള്ളിലേക്ക് നേടുന്നത് ഇതുപോലെയുള്ള ശ്രേഷ്ഠമായ അറിവുകൾ മാത്രമാണ്. അതിനെ മറ്റാർക്കും തന്നെയും കവർന്നെടുക്കുവാൻ കഴിയുകയില്ല. ആ ഉള്ളിലേക്ക് നേടുന്ന നേട്ടങ്ങളൊക്കെ, സമ്പത്തുക്കളൊക്കെ, ഈ വിദ്യാസമ്പത്തൊക്കെയും നമ്മളെ വളരെ വിനയാൻവിതനാക്കി മാറ്റുമ്പോൾ, നമ്മളെ ശരിയായ സംസ്കാരത്തിന്, ആത്മജ്ഞാനത്തിന് ഉതകുന്നവരാക്കി മാറ്റുമ്പോൾ, ബാഹ്യമായി നേടുന്നതൊക്കെയും നമ്മളെ മതത്തിൽ കൊണ്ടുവന്നെത്തിക്കും, നമ്മളെ മതാൻവിതരാക്കി മാറ്റുന്നു. ഇവിടെ ആ കുചേലനെ പോലെ ഈ ആത്മദേവൻ തൻ്റെ ഉള്ളിലേക്കെടുത്തത് മറ്റാർക്കും കട്ടെടുത്തുകൊണ്ട് പോകാനാവാത്ത മഹത്തായ അറിവുകൊണ്ട് സമ്പന്നനായിരുന്നതുകൊണ്ട് തന്നെ മറ്റെല്ലാവരെയും കാളും ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധനികനായിരുന്നു എന്നുകൂടി അവിടെ നമുക്ക് വായിച്ചെടുക്കാം. ഇനി നമുക്ക് 19ാമത്തെ ശ്ലോകമാണ്, അതും 18ാമത്തെ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഭിക്ഷുകോ വിത്തവാം ലോകേ തത്പ്രിയാ ധുന്ധുലി സ്മൃത സ്വവാക്യസ്ഥാപികാ നിത്യം സുന്ദരീ സുകുലോത്ഭവ. ഇവിടെ ആദ്യത്തെ വരിയിലെ വിത്തവാം ലോകേ, അവിടെ എല്ലാ കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. ബാക്കി ഒക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.